നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ആംഗുലർ മൊമെന്റത്തിന്റെ ബേസിക് ഇക്വേഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു R ക്രോസ് P. ഇവിടെ ആറും പിയും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആകുന്നു. ഈ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണമായിട്ട് ആറും പിയും ഇവിടെ വേരിയബിൾ കൂടി ആകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് ആറും പിയും വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. അതുകൊണ്ട് DL/dt ഈസ് ഈക്വൽ ടു D/dt ഓഫ് R ക്രോസ് Pയിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് DL/dt ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്ന് കിട്ടുന്നു. ഓക്കെ, DL/dt ഈസ് ഈക്വൽ ടു R ക്രോസ് F. R ക്രോസ് F എന്ന് വെച്ചാൽ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആകുന്നു. അപ്പോൾ നമുക്ക് DL/dt ഈസ് ഈക്വൽ ടു ടോ എന്ന് എഴുതാം. ഓക്കെ, ലീനിയർ മോഷനിൽ dP/dt ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻ ഇക്വലന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ആംഗുലർ മോഷനിൽ DL/dt ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പറയുന്നത്. ലീനിയർ മോഷനിലെ ഫോഴ്സ് ആണ് ആംഗുലർ മോഷനിലെ ടോർക്കായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്കടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ DL/dt ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. DL/dt ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ DL ഈക്വൽ ടു 0, DT നോട്ട് ഈക്വൽ ടു 0 ആകുന്നു. ദെൻ അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീനിയർ മോഷനിലെ മൊമെന്റം ഈസ് ഈക്വൽ ടു MV എന്നുള്ള ഇക്വേഷൻ ഇക്വലന്റ് ആയിട്ട് ആംഗുലർ മൊമെന്റമായിട്ട് വരുന്ന ഇക്വേഷൻ ആകുന്നു. റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആകുന്നു L ഈസ് ഈക്വൽ ടു I ഒമേഗ. ഇവിടെ I എന്ന് പറയുന്നത് ലീനിയർ മോഷനിലെ മാസിനോട് ഇക്വലന്റ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ലീനിയർ മോഷനിലെ വെലോസിറ്റിനോട് ഇക്വലന്റ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആകുന്നു. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആകുന്നു. L ആംഗുലർ മൊമെന്റം ആകുന്നു. P ലീനിയർ മൊമെന്റം ആകുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്കറിയാം ആംഗുലർ മൊമെന്റം L ഈസ് ഈക്വൽ ടു I ഒമേഗയാണ്. ഇവിടെ ആംഗുലർ മൊമെന്റം എന്നുള്ളത് കോൺസ്റ്റന്റ് ആകുമ്പോൾ I ഒമേഗ എന്താകും? കോൺസ്റ്റന്റ് ആകും. I ഒമേഗ കോൺസ്റ്റന്റ് ആകുമ്പോൾ I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ വരും. ആ ടൈമിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? I ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമ്പോൾ I1 ഒമേഗ 1 ഈസ് ഈക്വൽ ടു I2 ഒമേഗ 2 എന്ന് എഴുതാം. അതുകൊണ്ടാണ് കൈ നിവർത്തി പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത കൈ അടുപ്പിച്ച് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ റേഡിയസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുക. കൈ നിവർത്തി പിടിക്കുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള റേഡിയസ് കൂടുതലാണ്. അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ കൈ നിവർത്തി പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നത് കാരണം ആംഗുലർ വെലോസിറ്റി കുറയുന്നു. എന്നാൽ കൈ അടുപ്പിച്ച് പിടിക്കുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള റേഡിയസ് കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞ് അവിടെ ആംഗുലർ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ഒന്നുകൂടി നോക്കാം. I ഈസ് ഈക്വൽ ടു mr² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആകുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ മലയാളത്തിൽ ആരംഭിക ഭ്രമണം എന്ന് പറയും. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു ആക്സിസിനെ ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാകുന്നു, അല്ലെങ്കിൽ ആ ഒരു റേഡിയസിന് പറയുന്ന പേരാകുന്നു റേഡിയസ് ഓഫ് ഗൈറേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള റേഡിയസിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു M K² എന്ന് എഴുതാം. ദാറ്റ് ഈസ് K² ഈസ് ഈക്വൽ ടു I/M, K ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I/M നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ നമുക്കൊരു പ്രോബ്ലം കാണാം. ആ പ്രോബ്ലത്തിൽ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് കാണാനാണ്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്ന് നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്ടർ ഫോമിലുള്ള പ്രോഡക്റ്റ് കാണാനായിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് ആണ് എടുക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് IJK 1 - 1 1 7 3 - 5 വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ത്വരണരഹിത നീക്കം എന്നത് ഈ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണെന്ന്. ത്വരണരഹിത നീക്കം എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഇല്ല, ആക്സലറേഷൻ 0 ആണ്, എന്നാൽ ബോഡി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഏതാണെന്ന്. അത് നിരന്തര വേഗതയിലുള്ള നീക്കം എന്നാണ് പറയുന്നത്. അതായത് യൂണിഫോം സ്പീഡിലുള്ള നീക്കം. അതാണ് ശരിയായ ഓപ്ഷൻ. കാരണം യൂണിഫോം സ്പീഡിലുള്ള ഒരു മൂവ്മെന്റിൽ അവിടെ മൂവ്മെന്റ് ഉണ്ടാകും, അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. എന്നാൽ ത്വരണം വർദ്ധിപ്പിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ത്വരണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തോ അവിടെയൊക്കെ ആക്സലറേഷൻ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടാകുന്നുണ്ട്. ഇനി വസ്തു നിലയിൽ നിൽക്കുന്നത്, അതായത് വസ്തു റെസ്റ്റിൽ നിൽക്കുന്ന കേസിലും അത് ത്വരണരഹിത നീക്കമല്ല, അവിടെ ത്വരണരഹിതമുള്ളൂ, നീക്കമില്ല. ഡി ഓപ്ഷനിൽ നീക്കമില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. താങ്ക് യു.